ഏത് വസ്തു കൊണ്ടാണ് സംഗീതോപകരണം നിർമ്മിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അവ സംഗീതം പുറപ്പെടുവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി സംഗീതോപകരണങ്ങളെ നാലായി തിരിക്കുന്നു. അവ തതവാദ്യങ്ങൾ, അവനദ്ധവാദ്യങ്ങൾ, സുഷിരവാദ്യങ്ങൾ, ഘനവാദ്യങ്ങൾ എന്നിവയാണ്. ഈ 4 വാദ്യങ്ങളെയും ചേർത്ത് വാദ്യചതുഷ്ടയം എന്ന് പറയുന്നു. തതവാദ്യങ്ങളെ തന്ത്രിവാദ്യങ്ങൾ എന്നും പറയുന്നു. തന്ത്രികളുടെ കമ്പനം മൂലം സംഗീതമുണ്ടാക്കുന്ന ഉപകരണങ്ങളാണ് തന്ത്രിവാദ്യങ്ങൾ. തന്ത്രി മീട്ടി വായിക്കുന്ന സംഗീതോപകരണങ്ങളാണ് തന്ത്രിവാദ്യങ്ങൾ. സ്വരവിസ്താരത്തിന് അനുയോജ്യമാണിവ. വീണ, തമ്പുരു, വയലിൻ, ഗിറ്റാർ തുടങ്ങിയവ തന്ത്രിവാദ്യങ്ങളാണ്. അവനദ്ധവാദ്യങ്ങൾ. അവനദ്ധം എന്ന സംസ്കൃത വാക്കിനർത്ഥം പൊതിയപ്പെട്ടത് എന്നാണ്. പൊള്ളയായ വസ്തുവിൻ്റെ തുറന്ന ഭാഗത്ത് തോൽ വലിച്ചു കെട്ടിയാണ് അവനദ്ധവാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനാൽ ഇവയെ തുകൽ വാദ്യങ്ങൾ, ചർമ്മവാദ്യങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ചെണ്ട, മദ്ദളം, മൃദംഗം, ഇടയ്ക്ക, തബല എന്നിവ തുകൽ വാദ്യങ്ങളാണ്. ഇടയ്ക്ക ചർമ്മവാദ്യമാണെങ്കിലും തന്ത്രിവാദ്യമായും കണക്കാക്കുന്നു. തന്ത്രിയുടെ സഹായത്താലാണ് ദീർഘവും ശ്രവണസുന്ദരവുമായ ശബ്ദം അതിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. സുഷിരവാദ്യങ്ങൾ. ക്രമമായി വിന്യാസം ചെയ്ത സുഷിരങ്ങളിലൂടെ വായു കടന്നു പോകുമ്പോൾ നാദമുണ്ടാകുന്ന ഉപകരണങ്ങളാണ് സുഷിരവാദ്യങ്ങൾ. സുഷിരവാദ്യങ്ങളെ കാറ്റുവാദ്യങ്ങൾ, കുഴൽ വാദ്യങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. കുഴൽ, കൊമ്പ്, നാദസ്വരം, ഷെഹനായി, പുല്ലാങ്കുഴൽ, ശംഖ് എന്നിവ സുഷിരവാദ്യങ്ങളാണ്. ഘനവാദ്യങ്ങൾ. ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാദ്യങ്ങളാണ് ഘനവാദ്യങ്ങൾ. ലോഹത്തകിടുകൾ കമ്പനം ചെയ്താണ് ഇവയിൽ നിന്ന് സംഗീതമുണ്ടാകുന്നത്. ഇലത്താളം, കുഴിത്താളം, ചേങ്ങില, ഘടം എന്നിവയൊക്കെ ഘനവാദ്യങ്ങളാണ്.